സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേ കേൾപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് വേറെവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലവുണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും സ്വർഗീയ അപ്പച്ചനും നന്ദി പറയുന്നു. കോടാനുകോടി സ്തോത്രം പറയുന്നു. എൻ്റെ പേര് മൈക്കിൾ വിയാസ്. ഇപ്പോൾ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇടവക ചാത്തനാട് അൽഫോൻസ ചർച്ചാണ്. ഇതെൻ്റെ മകൾ ലിറ്റ്സ മൈക്കിൾ. ഞാൻ ഒക്ടോബർ 2022 ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാൻ പറഞ്ഞത് ഞങ്ങൾ പോയിരുന്ന പ്രയർ ഗ്രൂപ്പിലെ ഒരു ബ്രദർ പറഞ്ഞിട്ടാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിലൊന്ന്, എൻ്റെ വീട് സ്ഥലവും വിൽക്കുന്നതിന് വേണ്ടി 2 വർഷമായിട്ടും അത് നടന്നിരുന്നില്ല. എന്നാൽ അവിടെ താമസം ഇല്ലാതിരുന്നു. അത് കഴിഞ്ഞ് വിൽപ്പന നടക്കാത്തത് കൊണ്ട് റെൻറ്റിന് അവിടെ ആളെ വെച്ചു. അവർ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ നടക്കാത്തത്, അതിനു മുമ്പേ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ വീട് സ്ഥലവും വേണമെങ്കിൽ എടുത്തുകൊള്ളുക, ഇത്ര രൂപയ്ക്ക് ഞാൻ തന്നേക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അവർക്ക് വേണ്ട, പണമില്ല എന്ന് പറഞ്ഞു. എന്നാൽ അതിനുശേഷം 1 വർഷം കഴിഞ്ഞിട്ടും ഈ വിൽപ്പന നടക്കാത്തത് കൊണ്ട് പല ബ്രോക്കർമാരും വരുന്നുണ്ടായിരുന്നു. അവിടെ വീട്ടിലോട്ട് വരാനായിട്ട് വലിയ വണ്ടി കയറില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി. അപ്പോൾ എന്നിട്ടും ഇത് ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടും ഇത് പോകുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി ജോസഫ് അച്ഛനെ വന്ന് കാണാമെന്ന്. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്ന് ആധാരമായിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. ജോസഫ് അച്ഛൻ മാതാവിൻ്റെ സന്നിധിയിൽ ആധാരം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആധാരം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു കാശ് രൂപവും ആധാരവും എനിക്ക് തിരിച്ചു തന്നു. ഞാൻ അപ്പം പറഞ്ഞു, കാശ് രൂപം നിങ്ങളുടെ പറമ്പിൽ കൊണ്ട് കുഴിച്ചിടാൻ പറഞ്ഞു. ഞാൻ അതുമായി എൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഒരു മുസ്ലിം സഹോദരനായിരുന്നു.
അപ്പോൾ ഞാൻ ഈ ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ പുറകെ വരുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇത് വീടിൻ്റെ വിൽപ്പന നടക്കാത്തത് കൊണ്ട് ഞാൻ കൃപാസനത്തിൽ നിന്ന് വന്ന നേർച്ച വസ്തുക്കളാണ്, അതാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കാശ് രൂപം ഇടുന്നതിന് വേണ്ടി ഞാൻ കുഴിച്ചപ്പോൾ ചോദിച്ചു ഇതെന്ത് ചെയ്യുവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാശ് രൂപം നേർച്ച വസ്തു ഇടാനാണ്, വീടിൻ്റെ വിൽപ്പന നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് കുഴിച്ചിട്ടു. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോയി, ചങ്ങനാശ്ശേരിയിലേക്ക് പോയി. 2 മാസം കഴിഞ്ഞ് ഈ സഹോദരൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഈ വീട് വേണം, അപ്പം അതിൻ്റെ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതിൻ്റെ പേപ്പറുകളെല്ലാം ശരിയാക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ കൊടുത്തു. പക്ഷേ എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. അന്നു തന്നെ രാത്രിയിൽ 12 മണിയൊക്കെ ആകുമ്പോഴാണ് മെസ്സേജ് വരുന്നത് എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ഞാൻ എല്ലാ പേപ്പറും കൊണ്ട് കൊടുത്തു. ആധാരം നടന്നു, ഒരു പ്രശ്നമില്ലാതെ പൈസയും അതിൻ്റെ വീടിൻ്റെ എമൗണ്ടും എനിക്ക് അപ്പോൾ തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ മാതാവ് ചെയ്ത വലിയ ഉപകാരത്തിന് നന്ദി പറയുന്നു. ഈശോയ്ക്കും സ്വർഗീയ പിതാവിനും നന്ദി പറയുന്നു. അതിനിടയിൽ ഞാൻ മൂവാറ്റുപുഴയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റ് നടന്നു. ബൈക്കിൽ പോകുമ്പോൾ ഒരു കാറ് ഇടവഴിയിൽ നിന്ന് ക്രോസ് ചെയ്ത് വന്ന് എൻ്റെ ബൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഞാൻ ബോണറ്റിൻ്റെ മുകളിൽ കൂടി റോഡിൽ വന്ന് വീണു. അതിൻ്റെ പുറകെ എൻ്റെ ബൈക്കും വന്ന് എൻ്റെ പുറത്തോട്ട് തന്നെ വീണു. പക്ഷേ എന്തോ മാതാവിൻ്റെ സംരക്ഷണം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഒന്നും പറ്റിയില്ല. ബൈക്കിൻ്റെ ഫ്രണ്ട് ഗ്ലാസും മറ്റും പൊട്ടിപ്പോയതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നവരൊക്കെ പറഞ്ഞു ഇതെന്ത് മറിമായമാണ്, ഈ ബൈക്ക് വരെ വന്ന് വീണിട്ടും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഈ ഷർട്ടിൽ എപ്പോഴും ദൂരയാത്ര ചെയ്യുമ്പോൾ ഉടമ്പടി കാശ് രൂപം ഞാൻ എപ്പോഴും കുത്തിക്കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ടാണ് മാതാവിൻ്റെ കൂടെ നിന്ന് എന്നെ സംരക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോള് അവൾ SLC കഴിഞ്ഞതിന് ശേഷം +2 ചേർന്നപ്പോൾ മുതൽ എൻ്റെ ഉടമ്പടിയിലാണ് അവൾ അത്രയും കാലം മാതാവ് സംരക്ഷിച്ചു പോകുന്നത്. പക്ഷേ ജർമ്മനിയിലേക്ക് പോകാൻ B2 എഴുതിയ സമയത്ത് അവൾ ഫെയിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു നിൻ്റെ ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, നീ സ്വന്തമായിട്ട് ഉടമ്പടി എടുത്താലേ മാതാവ് സംരക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ഉടമ്പടി എടുത്തു. അതിനുശേഷം അവൾക്ക് വലിയ അനുഗ്രഹങ്ങളാണ് മാതാവ് കൊടുത്തത്. അത് എൻ്റെ മകൾ തന്നെ പറയും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ മാതാവിൻ്റെ എൻ്റെ പേര് ലിറ്റ്സ. മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷിയായി ഉയർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു. കൃപാസന മാതാവിനോടും ഈശോയോടും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ലിറ്റ്സ. ഞാൻ ആദ്യം തന്നെ പപ്പ പറഞ്ഞ പോലെ പപ്പയുടെ ഉടമ്പടിയിലായിരുന്നു ഞാൻ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. 11th ഞാൻ CBSE സയൻസ് സ്ട്രീമാണ് എടുത്തത്. അപ്പോൾ ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു. അപ്പം എനിക്ക് ആദ്യത്തെ എക്സാമിന് തന്നെ നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു ഇനി എങ്ങനെ ആകും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ പപ്പ ഉടമ്പടി തൈലം പുരട്ടി ഒക്കെ ആയിരുന്നു ഞാനെപ്പോഴും ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. എപ്പോഴും പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. പപ്പയുടെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥനയെല്ലാം ചൊല്ലുമായിരുന്നു. അത് കഴിഞ്ഞ് അത്യാവശ്യം നല്ല മാർക്ക് കൂടെ ഭയങ്കര മാറ്റമായിരുന്നു എനിക്ക്. എല്ലാത്തിനും പിന്നെ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. അങ്ങനെ 11th തീർന്നു. 12th എനിക്ക് എങ്ങനെ ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. വീട്ടിൽ തന്നെ ചെറുതായിട്ടൊക്കെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇവർക്ക് എന്തെങ്കിലും ഒരു പൈസ മുടക്കിയ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണമല്ലോ. ഞാനായിട്ടൊരു ഇവരെ പ്രൗഡാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി മാതാവ് എനിക്കറിയാം എൻ്റെ മെറിറ്റ് കൊണ്ട് എന്തായാലും നടക്കില്ല. CBSE എക്സാം എങ്ങനെ നല്ല പാസ്സാവുമെന്ന് എനിക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ തൊട്ട് ഞാൻ എപ്പോഴും പഠിക്കുമ്പം വിശ്വാസ പ്രമാണവും വചനവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് അറിയില്ലായിരുന്നു കാണാതെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശ്വാസ പ്രമാണം വചനം ചൊല്ലിയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം എനിക്ക് അപ്പം തന്നെ മിക്ക എക്സാമിനും തന്നെ നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങി. പിന്നെ ബോർഡ്സ് എക്സാം വന്നു. വചനം സഫാനിയ 3:17 ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. സഫാനിയ 3:17 അത് ഞാൻ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നെ വിശ്വാസ പ്രമാണമായിരുന്നു. അത് കഴിഞ്ഞ് ബോർഡ്സ് എല്ലാ എക്സാമിനും ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് തൈലം പുരട്ടിയിട്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പേപ്പർ തുറക്കുന്നതിന് മുന്നേ വിശ്വാസ പ്രമാണം ചൊല്ലും വചനവും ചൊല്ലിയിട്ട് തുടങ്ങത്തുണ്ടായിരുന്നുള്ളൂ. ഫിസിക്സ് എക്സാമിനായിരുന്നു. എനിക്ക് അറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന്. എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ എനിക്കറിയില്ല ഞാൻ എന്താ എഴുതുക, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങ് എഴുതി പോവുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത്
എങ്ങനെയോ എല്ലാം എഴുതി തീർത്തു. എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ എന്താ എഴുതിയെന്ന് തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കെമിസ്ട്രി എക്സാമിനും എനിക്ക് എളുപ്പമായിരുന്നു. മാതാവിനെ പ്രാർത്ഥിച്ച് തന്നെ ഞാൻ എഴുതിയ എക്സാം എളുപ്പമായിരുന്നു. അപ്പം അമ്മ ടീച്ചറാണ്. അപ്പം അമ്മ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു എക്സാമിൻ്റെ ഇതിന്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു എക്സാം ബുദ്ധിമുട്ടാണെന്നോ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര എളുപ്പമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ടെൻഷനായി എങ്ങനെയാണെന്ന്. അപ്പോൾ എനിക്കും ഒരു പേടിയായി. അത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്ന് റിസൾട്ട് തുറന്നപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു എന്താ ആവുമെന്ന്. അപ്പം രാവിലെ ആയിരുന്നു റിസൾട്ട്, ഉച്ചയൊക്കെ ആയപ്പോൾ റിസൾട്ട് വന്ന് ഞാൻ വീട്ടിലില്ലായിരുന്നു, റോൾ നമ്പറും കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞത് എനിക്ക് ഫുൾ A+ ആണ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഈ രാത്രിയാവും വീട്ടിലെത്തുമ്പോൾ, അപ്പോൾ തന്നെ തുറന്ന് ഉറപ്പ് വരുത്താം. എനിക്ക് ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. വീട്ടിലെത്തി തുറന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന്. എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഫുൾ A+ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഒരു സബ്ജക്റ്റിന് ഫുൾ മാർക്സും കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ജർമ്മൻ പഠിക്കാൻ കയറി. ജർമ്മൻ പഠിച്ചു. അതിലും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് എല്ലാത്തിനും നല്ല നല്ല മാർക്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. B1 വരെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ, അപ്പം അതിനെല്ലാം നല്ല മാർക്സ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് B1 തീർന്നു. ഞാൻ ഡേറ്റ് എടുത്തു. ലിസണിങ് റീഡിങ്ങിനായിരുന്നു ഞാൻ ആദ്യം ഡേറ്റ് എടുത്തത്, B2 മൊഡ്യൂളിന്. അതെനിക്ക് മാതാവിൻ്റെ എല്ലാം പപ്പയുടെ ഉടമ്പടിയിലായിരുന്നു. അപ്പോൾ പപ്പ എനിക്ക് തൈലം പൂശി തരും. പിന്നെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചായിരുന്നു ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അതിലും എനിക്ക് നല്ല മാർക്സ് കിട്ടി. എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ സ്പീക്കിങ് റൈറ്റിങ് B2 പഠിച്ച് കഴിഞ്ഞ് എഴുതാൻ കയറി. അതിലെനിക്ക് റൈറ്റിങ്ങേ കിട്ടിയുള്ളൂ. ഞാൻ പിന്നെയും സ്പീക്കിംഗ് റിപ്പീറ്റ് ചെയ്തു, പക്ഷേ എനിക്കത് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പാസ്സാവുമെന്ന് വിചാരിക്കും, പക്ഷേ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. 60 മാർക്സാണ് പാസ്സാവാൻ വേണ്ടത്. അപ്പോൾ ഒരു 55 ഉള്ളിൽ അത്ര എനിക്ക് മാർക്സ് കിട്ടുള്ളൂ. എനിക്ക് കൂടുതൽ കിട്ടില്ലായിരുന്നു. അപ്പോൾ പപ്പ തന്നെ പറഞ്ഞു ഇത്ര നാൾ പപ്പയുടെ ഉടമ്പടിയിൽ തന്നെ എടുത്തേ, 18 വയസ്സ് ആയി കഴിഞ്ഞിട്ടുള്ള എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പം എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പം നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പിന്നെ എക്സാമിന് സ്പീക്കിങ്ങിന് ഒന്നും കൂടെ ഞാൻ ഡേറ്റ് എടുത്തു. ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങി പോയി. അത് എഴുതി. എക്സാം ആണെങ്കിൽ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. ഒരു ഭയങ്കര ടയേർഡായിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതിയത്. എന്നാലും എനിക്ക് ആ എക്സാം എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ 3 മൊഡ്യൂൾസ് ആയതുകൊണ്ട് എനിക്ക് പാസ്സായാലും മൊഡ്യൂൾ 4 വേണമായിരുന്നു. അപ്പോൾ അത് കിട്ടുന്നില്ലായിരുന്നു. അപ്പം പിന്നെ ഇത് പാസ്സായി കഴിഞ്ഞാൽ നവംബറിൽ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. അതും എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ പാസ്സാവാൻ പറ്റി. ഞാൻ കാശുരൂപം കൈപ്പിടിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞാൻ അറ്റൻഡ് ചെയ്യത്തുണ്ടായിരുന്നുള്ളൂ. എനിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. നവംബറിൽ പാസ്സായി. പക്ഷേ പിന്നെയും തടസ്സങ്ങൾ വരുമായിരുന്നു. അക്കോമഡേഷൻ ശരിയാവാത്തതുകൊണ്ട് എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുന്നില്ലായിരുന്നു. വിസയ്ക്കും അപ്പോയിൻമെൻറ്റ് എടുത്തു, പക്ഷേ അതിൽ പൈസ പോയി, അതെനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അപ്പം വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് മാതാവ് എന്തായാലും ലേറ്റ് ആക്കുവാണെങ്കിലും നല്ലത് തന്നെ മാതാവ് കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വീട്ടിൽ എല്ലാവരും വിശ്വസിച്ചു. അമ്മയും ഞാനും വിശ്വസിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പിന്നെ പ്രാർത്ഥിച്ചൊക്കെ അമ്മ ഫോൺ നോക്കി എപ്പോഴാണ് ഒരു ആഡ് കണ്ടത്, ഒരു ഏജൻസിയുടെ ആഡ് കണ്ടത്. അവർ കൊടുത്തു. നല്ല രീതിയിൽ പോവായിരുന്നു. എല്ലാം ഫാസ്റ്റായിട്ട് പോയി. ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നു. അതും മാതാവ് കാശുരൂപം വെച്ച് ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ട്. എനിക്കൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. എക്സാം കഴിഞ്ഞാൽ ഒന്നും നോക്കുന്നില്ല. അപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെ ആ ലാംഗ്വേജ് നന്നായിട്ട് പറയാൻ പറ്റുമെന്ന്. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എന്തായാലും നന്നായിട്ട് പറയാൻ പറ്റി. അവരും പറഞ്ഞു നന്നായിട്ട് ഞാൻ പറഞ്ഞു എന്ന്. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇത്ര എത്തി. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തു. എല്ലാവർക്കും വിസയ്ക്ക് സ്ലോട്ട് എടുത്തപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര റേറ്റാന്ന് പറഞ്ഞു. ഒരു 30,000 അറൗണ്ട് അത്രയും റേറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു 8,000 സംതിങ്ങിനെങ്ങാണ്ട് എനിക്ക് ഡേറ്റ് കിട്ടി. വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അതെല്ലാം കഴിഞ്ഞു. ഇത്രയും നല്ല രീതിയിൽ ആക്കാൻ തന്നെയായിരുന്നു ഇത്ര ലേറ്റ് ആക്കിയെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. എന്തായാലും നല്ലത് തന്നെ മാതാവ് തരുമെന്ന് വിശ്വസിച്ച കാര്യമായി. അത് കഴിഞ്ഞ് വിസ കിട്ടി. ലേറ്റ് ആവാതെ വിസ കിട്ടി. ഞാൻ ടിക്കറ്റും ബുക്ക് ചെയ്തു. സെപ്റ്റംബർ 1 ജർമ്മനിയിലേക്ക് പോവുകയാണ്. അതും എല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം സ്മൂത്തായിട്ട് പിന്നെ നടന്നു. എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു. ഒരു 2ാം ക്ലാസ്സൊക്കെ തൊട്ടേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സ്മെല്ല് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വീട്ടിലത് ഉണ്ടാക്കിയപ്പോൾ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പപ്പ പറഞ്ഞു നീ ഇത് കഴിക്കും, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല, വിശ്വസിച്ച് കഴിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടായിരുന്നു ഞാൻ കഴിച്ചത്. എനിക്കൊരു കുഴപ്പം ഉണ്ടായിട്ടില്ല. എനിക്ക് എത്ര നാളായിട്ട് ഉണ്ടായിരുന്നതാണ്. അത് മാതാവ് മാറ്റി തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനും പപ്പയും കൂടെ ചെയ്തുകൊണ്ടിരുന്നത്. പത്രം എല്ലായിടത്തും പോയി കൊടുക്കുമായിരുന്നു, ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഈ ഓട്ടിസം ബാധിച്ച ഒരു സ്ഥാപനം പിള്ളേരുടെ നോക്കുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിട്ട് അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും സാമ്പത്തികമായ സഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്.
പിന്നെ ആത്മീയമായിട്ടും കുറേ അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട്. എനിക്ക് ബൈബിൾ വായിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഇത് കഴിഞ്ഞ് പിന്നെ ഞാൻ എപ്പോഴും ബൈബിൾ വായിക്കും. പപ്പയും ഞങ്ങളെല്ലാവരും ബൈബിൾ വായിക്കും. പ്രാർത്ഥന മുടക്കാറില്ല. ഞായറാഴ്ച പ്രത്യേകിച്ച് കുർബാന മുടക്കാറില്ല. ഇടദിവസം പറ്റുമ്പോഴൊക്കെ ഞങ്ങൾ കുർബാനയ്ക്ക് പോകുമായിരുന്നു. കുമ്പസാരിക്കാനും എനിക്ക് ഈ ഉടമ്പടി എടുക്കുമ്പോൾ വിചാരിച്ചു 2 വീക്സ് കൂടെ എങ്ങനെ കുമ്പസാരിക്കും, എങ്ങനെ ആവും എന്നൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എപ്പോഴും മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 വീക്സിനുള്ളിൽ ഞാൻ എന്തായാലും കുമ്പസാരിക്കുമായിരുന്നു. ഡെയിലി ബ്രെഡ് കാണാറുണ്ട്. പിന്നെ ധ്യാനം കൂടാറുണ്ട്. ഉപവസിക്കാറുണ്ടായിരുന്നു. ഉപവസിക്കുന്നത് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ ഞാൻ ബുധനും ശനിയും ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കുർബാന കൂടാനും ഉടമ്പടിയിലൂടെയാണ് കുർബാന കൂടുമ്പോൾ ഒരു ഇച്ചിരി കൂടെ ശ്രദ്ധയോടെ ഞാൻ നിന്ന് പ്രാർത്ഥിക്കുന്നു. കുർബാന കൂടുന്നതും ഉടമ്പടി എടുത്തേ പിന്നെയാണ്. നേരത്തെ ഞാൻ ശ്രദ്ധിച്ചല്ലായിരുന്നു കൂടിക്കൊണ്ടത്. ഇപ്പോഴാണ് പിന്നെ എനിക്ക് ചേഞ്ച് വന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ വന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കുന്നതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ. ദൈവമായ കർത്താവേ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും. 2 സാമുവേൽ 7-ാം അധ്യായം 29-ാം വചനമാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് യഥാർത്ഥ സുരക്ഷ. മനുഷ്യശക്തിയോ സമ്പത്തോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം, ആ കൃപയാണ് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത്. ആ കൃപയും അനുഗ്രഹവും അടുത്തറിഞ്ഞ ഒരു കുടുംബമാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് വന്നിരിക്കുന്നത്. സഹോദരൻ മൈക്കിളും മകൾ ലിറ്റ്സായും. ഈ കുടുംബത്തിൽ ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്ന് ഉടമ്പടി പാലിക്കുന്ന നിബന്ധനകളനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. കൃപാസനത്തെപ്പറ്റി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ഒരു ബ്രദർ പറയുകയും അങ്ങനെ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയുമാണ് ചെയ്തത്. ആദ്യമായിട്ട് എടുത്തത് കുടുംബത്തിലെ അച്ഛനാണ്. ആ സമയത്ത് 2 വർഷത്തോളം ഒരു സ്ഥലം വിൽക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെങ്കിൽ സാധിച്ചില്ല. പിന്നീട് ഒരു അക്രൈസ്തവ സഹോദരന് വേണ്ടി ആ സ്ഥലവും വീടും ഒക്കെ റെൻ്റായിട്ട് കൊടുക്കുകയാണ്. പിന്നീട് ഉടമ്പടിയിൽ നിയോഗം വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിട്ടും ആ കാര്യം നടക്കാൻ സാധിക്കാതിരുന്നിട്ടാണ് പിന്നീട് വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടതും. ജോസഫ് അച്ഛൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരു കാശുരൂപം വെഞ്ചരിച്ച് കൊടുത്തു. അങ്ങനെ ആ വെഞ്ചരിച്ച കാശുരൂപവും വെഞ്ചരിച്ച് ഉപ്പുമായിട്ട് ഈ സഹോദരൻ ആ സ്ഥലത്ത് പോയിട്ടപ്പോഴും ആ റെൻ്റ് ഹൗസിൽ താമസിച്ച ആ വ്യക്തി ഇതിനു മുൻപ് ചോദിച്ചിരുന്നു ആ വീട് വേണോ എന്ന്. പക്ഷെങ്കിൽ അവർ പറഞ്ഞ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വെഞ്ചരിച്ച് ഉപ്പുമൊക്കെ ആയിട്ട് കാശുരൂപമൊക്കെ ആയിട്ട് ചെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് വിതിൻ 2 months, അത് 2 മാസത്തിനുള്ളിൽ ആ വേണ്ട എന്ന് പറഞ്ഞ ആ കുടുംബം തന്നെയാണ് പിന്നീട് ഈ വീടും സ്ഥലവും മേടിക്കുന്നത്. ആ സഹോദരൻ കണ്ടതാണ്. ഈ സഹോദരൻ ഇവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നതും വെഞ്ചരിച്ച കാശുരൂപം കുഴിച്ചിടുന്നതും ഒക്കെ ആ സഹോദരൻ കണ്ടതാണ്. അതൊരു മുസ്ലിം സഹോദരനാണ്. അതെല്ലാം കണ്ടിട്ടും ഈ മകൻ്റെ പ്രാർത്ഥന ഒക്കെ കേട്ടതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എത്രയും പെട്ടെന്ന് ആ സ്ഥലം വിൽക്കാൻ സാധിക്കുകയും അതിൻ്റെ പേപ്പർ വർക്ക് സമയമെടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെങ്കിൽ ആധാരം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടത്തണമെന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. സഹോദരൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ആ വീട് വാങ്ങിക്കുന്നത്. ആ പ്രസൻ്റ്ലി അവർ തന്നെയാണ് ആ ഹൗസിൽ സ്റ്റേ ചെയ്തത്. പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ ആധാരമെല്ലാം ക്ലിയറാക്കിയാണ് ഇവിടെ നാം കാണുന്നത്. നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ ദൈവം ഇവരെ അനുഗ്രഹിക്കുന്നതായിട്ടാണ്. കാരണം കഴിവുണ്ടായിരുന്നെങ്കിൽ 2 വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നു. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ആ പ്രാർത്ഥനയുടെ ശക്തിയാലും പൗരോഹിത്യ ജീവിതത്തിൽ 40 വർഷത്തുള്ള പൗരോഹിത്യ ജീവിതവും 60 വർഷമുള്ള ആത്മീയ ജീവിതവുമാണ്. ഇതിൻ്റെയൊക്കെയുള്ള ആസ്ഥിയിലൂടെയാണ് നമുക്ക് ആ മെറിറ്റില്ലാത്ത സമയത്ത് കൃപയിലൂടെ നമ്മുടെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നത്. ഈ മക്കളുടെ കാര്യം, ഈ കുടുംബത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. മെറിറ്റില്ലാത്ത സമയത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ഇതെല്ലാം സാധിച്ചു കൊടുക്കുകയാണ്. വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ തന്നെയാണ് പിന്നീട് പെട്ടെന്ന് തന്നെ വിതിൻ 1 വീക്ക്, ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാം നടത്തി കൊടുക്കുകയാണ്. ഇവിടെയെല്ലാം നാം കാണുന്നത് ഈശോയുടെ മാമയുടെ ഒരു വലിയ കൃപയാണ്. പിന്നീട് പറഞ്ഞത് ഒരു സംരക്ഷണം കിട്ടിയതാണ്. യാത്ര ചെയ്യുന്നതിൻ്റെ മധ്യേ
ഒരു വലിയ ആക്സിഡൻ്റ് ഉണ്ടാവുകയും ആൾക്കാർ ഒരു ആൾക്കാർ തന്നെ ഒന്ന് ചോദിച്ചു എന്താവാൻ സാധ്യത. കാരണം എന്ന് വെച്ചാൽ വണ്ടി വളരെ കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വ്യക്തിക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു വലിയ ചിന്തയായിരുന്നു. പക്ഷെങ്കിൽ ഈ സഹോദരൻ പറയുന്നത് എൻ്റെ കോളറയിൽ പിന്നി ചെയ്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി കാശ് രൂപം. അതാണ് എൻ്റെ സംരക്ഷണം. ഈശോയും അമ്മ മാതാവും കൂടെയുള്ളപ്പോൾ ഏതാപത്തിലും നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ്, ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഉടമ്പടി കാശ് രൂപത്തിൻ്റെ ബലത്തിലും ഉടമ്പടി ജീവിതം നയിക്കുന്നതിനാലും എവിടെ ചെന്നാലും നമുക്കൊരു സംരക്ഷണമുണ്ട്. അങ്ങനെ ഈ മകന് പൂർണ്ണമായിട്ടും അമ്മ താങ്ങി നിർത്തുകയാണ്, അമ്മ സംരക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് പറഞ്ഞത് മകളുടെ കാര്യമാണ്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. 11th 12th പാസ്സാകാനായിട്ട്, അതായത് CBSE സയൻസ് സ്ട്രീം ആണ് എടുത്തത്. ഭയങ്കര ടഫായിട്ടാണ് ഒരു സ്ട്രീമാണ്. അവിടെയും ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ മോള് പറഞ്ഞ ഞാനൊരു ആവറേജാണ്. പക്ഷെങ്കിൽ ഈശോയുടെയും അമ്മയുടെയും കൃപ വന്നപ്പോൾ നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് എന്തും സാധിച്ചു തരും. വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമ്പോഴാണ്, ഉടമ്പടി നേർച്ച വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചപ്പോഴാണ് നമ്മുടെ കഴിവില്ലായ്മയിൽ നമുക്ക് കഴിവ് നൽകി ഈശോയും അമ്മയും നമ്മുടെ കൂടെ വരുന്നത്. അവിടെയും ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത് പപ്പായുടെ ഉടമ്പടിയിലാണ് ഞാൻ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയായിട്ടാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിൽ 11th 12th നല്ല റിസൾട്ട് നൽകിയാണ് പാസ്സായത്. 11th നല്ല അത്ര ഇതില്ലായിരുന്നു. പക്ഷേങ്കിൽ 12th ആയപ്പോഴും A+ നൽകുകയും പിന്നെ ഒരു സബ്ജക്റ്റിന് ഫുൾ മാർക്ക് നൽകിയാണ് അമ്മ അനുഗ്രഹിച്ചത്. ഇവിടെയെല്ലാം അമ്മയുടെ മധ്യസ്ഥം വഴി ഈശോ നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്, ഒരു വലിയ കൃപയാണ്. നമുക്ക് മെറിറ്റില്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. പിന്നീട് ജർമ്മൻ എക്സാം പോയപ്പോഴും A1 A2 B1 എല്ലാം നല്ല റിസൾട്ട് കിട്ടി. പക്ഷെങ്കിൽ B2ന് ഡേറ്റ് ഇട്ടപ്പോൾ 2 മൊഡ്യൂളാണുള്ളത് സ്പീക്കിംഗ് റൈറ്റിങ്ങിൽ. അവിടെയാണ് ഇച്ചിരി ഹോൾഡായത്. ആ സമയമായപ്പോൾ പപ്പ തന്നെ മോളോട് പറയുകയാണ്, മോളെ ഇനി നിനക്ക് സമയമായി, എൻ്റെ പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല നീയും കൂടി ഇനി ഉടമ്പടി എടുക്കണം, 18 വയസ്സായില്ലേ എന്ന്. അങ്ങനെ ഈ മകളും കൂടെ ഉടമ്പടി ജീവിതത്തിലേക്ക് ചുവടുവെച്ച് വരികയാണ്. അച്ഛൻ കൈമാറി കൊടുത്ത ആ വിശ്വാസം, അച്ഛൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച ആ വിശ്വാസം, അച്ഛൻ്റെ കൂടെ നിന്ന് അച്ഛൻ തേച്ച് കൊടുത്ത ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളുടെയും തേച്ച് പ്രാർത്ഥിച്ച ആ വിശ്വാസത്താൽ പിന്നീട് മകളും ഉടമ്പടി എടുക്കുകയാണ്. പിന്നീട് മകളുടെ കാര്യത്തിൽ ആ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് മകൾ പലപ്രാവശ്യം ശ്രമിച്ചു. പക്ഷെങ്കിൽ 2 പ്രാവശ്യം എഴുതിയിരുന്നു. പക്ഷെങ്കിൽ കിട്ടിയില്ല. ട്വൈസ് റിപ്പീറ്റഡ്, പക്ഷെ കുഡ് നോട്ട് സക്സീഡ്. അതിന് ഓരോ പ്രാവശ്യം 60 ആണ് വേണ്ടത്. പക്ഷെങ്കിൽ 55 വരെ എത്തുന്നുണ്ട്. പിന്നെയാണ് മകൾക്ക് മനസ്സിലായത്, ഞാനിനി ഉടമ്പടി എടുക്കണം, എൻ്റെ സ്വന്തം ഉടമ്പടിയിൽ. പിന്നീട് ഈ മകൾ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. ഉടമ്പടി എടുത്ത് പരീക്ഷ ആയതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വളരെ പെട്ടെന്ന് കാണുവാൻ സാധിക്കുകയും അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴി ഈ മകൾക്കൊരു നല്ല അനുഗ്രഹമാണ് നൽകിയത്. ആ അനുഗ്രഹത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് നെക്സ്റ്റ് എക്സാമിൽ നല്ല റിസൾട്ട് നൽകി പാസ്സാവുകയാണ്. ഇവിടെയും നമ്മൾ മെറിറ്റില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ഓരോ കാര്യങ്ങളും ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മെറിറ്റില്ലാത്ത കാര്യത്തിൽ മെറിറ്റാക്കി തരുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നത്. നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ വഴിയും ലഭിച്ച ഈ അനുഗ്രഹവും ഈ മകൾ പറയുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. പിന്നീടുണ്ടായിരുന്ന ഇൻ്റർവ്യൂകളാണ്. ഓരോ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴും സ്വന്തം കാശുരൂപം കയ്യിൽ പിടിച്ച് പ്രാർത്ഥന ചൊല്ലി വിശ്വാസത്തോടെയാണ് പോകുന്നത്. പലപ്പോഴും ഡിലേ വന്നിട്ടുണ്ട്. കാരണം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ഒരു വഴിയായിട്ടാണ് ഈ മകൾ കണക്കാക്കിയത്. എൻ്റെ ജീവിതത്തിൽ എന്ത് നടന്നാലും എല്ലാം നല്ലതിനാണെന്നുള്ള ഒരു വിശ്വാസം, കാരണം ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള ആ പാസ്റ്റ് ലൈഫിലുള്ള വിശ്വാസം. ജോബിൻ്റെ പുസ്തകം 42:2 പറയുന്നത്, അങ്ങേക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു, അങ്ങയുടെ ഒരു പദ്ധതിയും തടസ്സപ്പെടുകയില്ല എന്ന്. ആ ഉറച്ച വിശ്വാസമുണ്ട്. ഞാൻ ഉടമ്പടിയിലാണെന്നുള്ള വിശ്വാസം. ദൈവം എനിക്കൊരു പദ്ധതിയുണ്ട്, ആ പദ്ധതി ഒരിക്കലും തടസ്സപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ ഈ മകൾ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് റിജക്റ്റ് ആയി പോകുമ്പോഴും ഇൻ്റർവ്യൂവിന് പെട്ടെന്ന് തന്നെ ഒരു അപ്രത്യക്ഷമായിട്ട് ഒരു ഏജൻസിയെ കാണുകയും അൺഎക്സ്പെക്റ്റഡായിട്ട് ആ ഏജൻസി കൂടെ പിന്നീടുള്ള വിസ സ്ലോട്ട് ഔട്ട് ആവുകയാണ്. അവിടെയെല്ലാം നാം കാണുന്നത്, നാം പല പ്രാവശ്യം ഈ മകൾ ശ്രമിച്ചിട്ട് കിട്ടാതിരുന്നപ്പോൾ പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ടൊരു ഏജൻസിയെ കാണുകയും ആ ഏജൻസി വഴിയാണ് ഈ മകൾക്കിപ്പോൾ ടിക്കറ്റും വിസയും ഒക്കെ റെഡി ആയിരിക്കുന്നത്. അത് അമ്മ തന്നതാണെന്ന്, അമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ചതാണെന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം നേരത്തെ ആ ഇൻ്റർവ്യൂവിന് പാസ്സായിരുന്നെങ്കിൽ, അത് കിട്ടിയിരുന്നെങ്കിൽ വളരെ ഒരു നല്ല തുക സ്പെൻഡ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ വളരെ തുച്ഛമായ എമൗണ്ട് കൊടുത്തിട്ടാണ് ഈ മകൾക്ക് ടിക്കറ്റെല്ലാം റെഡിയായത്. ഇവിടെയെല്ലാം നാം കാണുന്നത് കരുതലുള്ള ദൈവം കരുതി വെച്ച ഒരു അനുഗ്രഹമായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെ മമ്മിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സംടൈംസ് ഗെറ്റ് ഡിലേഡ് ബട്ട് ഇറ്റ്സ് ഫോർ ഗുഡ്. എല്ലാം നമ്മുടെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മുടെ നല്ലതിനായിട്ട് മാത്രമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
പിന്നീട് വരുന്ന ഫുഡ് അലർജിയാണ്. അലർജി എന്ന് പറയുമ്പോൾ മോള് 2ാം ക്ലാസ് മുതലുണ്ടായിരുന്ന അലർജിയാണ്. പല ഹോസ്പിറ്റലിലും പോയി മെഡിസിൻസ് കഴിച്ചു, ഇഞ്ചക്ഷന് വേണമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞ രോഗത്തിന് പ്രതിവിധിയില്ല, പക്ഷേങ്കിൽ ആ ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക മാത്രമേ ഒരു മാർഗമുള്ളൂ എന്നാണ്. പക്ഷേങ്കിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കൂടുതൽ വിശ്വാസമായി നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ ആഹാരത്തിൽ ഇട്ട് കഴിക്കുകയാണ്. അതിനുശേഷം ഒരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. ഇത്രയും വർഷങ്ങളായിട്ട് കഴിക്കാതിരുന്ന ആഹാരം കഴിക്കാൻ തുടങ്ങുന്നതും ഇഞ്ചക്ഷനെ പേടിച്ച് കഴിക്കാതിരിക്കുകയായിരുന്നു, എല്ലാം അവോയ്ഡ് ചെയ്യുകയായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയും അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടെ, വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള ഉപയോഗത്തോടെ അലർജിയിൽ നിന്നും പൂർണ്ണമായിട്ടും വിടുതൽ ലഭിക്കുകയാണ്, രോഗസൗഖ്യം ലഭിക്കുകയാണ്. പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളുമെല്ലാം ഈ കുടുംബം ഒന്നായി ചേർന്നാണ് ചെയ്യുന്നത്. പ്രായശ്ചിത്ത പ്രവർത്തനം പത്രം കൊടുക്കുകയും ഓട്ടിസം ബാധിച്ച കുട്ടികളെ സഹായിക്കുകയും ആത്മീയമായിട്ട് കുടുംബമായിട്ട് തന്നെ പ്രാർത്ഥനയിലും പ്രാർത്ഥനാ ജീവിതം, ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ നിബന്ധനകൾ പാലിച്ചുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഒന്നിനും ഭയപ്പെടേണ്ട എല്ലാ കാര്യവും ഈശോ അമ്മയും ഏറ്റെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രശ്നങ്ങളുടെ നടുവിലും നമുക്ക് ഈശോയുടെയും അമ്മയുടെയും കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും സമർപ്പിക്കാം. ഉടമ്പടിയിലൂടെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്നും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നമുക്ക് യാചിക്കാം. പരിശുദ്ധമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വാഗ്ദാനം ചെയ്താൽ അത് നിശ്ചയമായി നിറവേറ്റും. അവിടുത്തെ അനുഗ്രഹത്താൽ നമ്മുടെ കുടുംബവും അവിടുത്തെ അനുഗ്രഹമാണ്, അവിടുത്തെ കൃപയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ. ആ വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. മൈക്കിളിനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.